പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ യുദ്ധം കൊണ്ട് ഇസ്രായേലുകൾ തന്നെ പൊരുതി മുട്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇറാനെക്കാളും ഇസ്രായേലിലാണ് നടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബങ്കറിൽ ഒളിച്ചിരുന്ന് മതിയായി. അവരുടെ ജീവിതം എന്നും ബങ്കറിൽ ഒളിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അവിടുത്തെ ഭരണാധികാരി തന്നെയാണ്. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. അതെ, നിലവിൽ ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ജാഥകളും നടക്കുന്നുണ്ട്. താങ്കൾ നൽകിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ തന്നെ പ്രധാനമായും ടെൽ അവീവ്, ഹൈഫ, ജെറുസലേം എന്നിവിടങ്ങളിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. 1. പ്രധാന ആവശ്യങ്ങൾ. യുദ്ധം നിർത്തുക. ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഭരണമാറ്റം. നിലവിലെ നെതന്യാഹു സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തെ തകർക്കുകയാണെന്നും സർക്കാർ രാജിവെക്കണമെന്നും മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. സമാധാന കരാർ. സൈനിക നടപടികൾക്ക് പകരം നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ വാദം. 2. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ. സ്റ്റാൻഡിംഗ് ടുഗദർ. യഹൂദരും അറബികളും ചേർന്നുള്ള കൂട്ടായ്മയാണിത്. ഇവരാണ് പല പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. പീസ് നൗ, വുമൺ വേജ് പീസ് തുടങ്ങിയ സമാധാന സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. മുൻ പാർലമെന്റ് അംഗങ്ങളും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഈ ജാഥകളിൽ പങ്കെടുക്കുന്നുണ്ട്. 3. നിലവിലെ സാഹചര്യം. പോലീസ് നടപടി. യുദ്ധകാല നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ 50-ൽ കൂടുതൽ ആളുകൾ കൂടുന്നത് പോലീസ് തടയുന്നുണ്ട്. ഇതിനെ തുടർന്ന് പലയിടങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്. ഇന്നലെയും 2026 മാർച്ച് 28 നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുജനാഭിപ്രായം. രാജ്യത്ത് ഭൂരിഭാഗം ആളുകളും യുദ്ധത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബങ്കറിൽ ഒളിച്ചിരിക്കാൻ വയ്യ. എന്തിന് യുദ്ധത്തിന് പോകുന്നു? സോഷ്യൽ മീഡിയ വർക്കർ ആയതുകൊണ്ട് ഇത്തരം വാർത്തകളുടെ സത്യം. യുദ്ധം മൂലം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ ആർക്കും തോന്നാവുന്ന സ്വാഭാവികമായ രോഷമാണിത്. ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്നത് ഈ യുദ്ധം കൊണ്ട് അവർക്കും സമാധാനമില്ലാത്തതുകൊണ്ടാണ്. ഈ സാഹചര്യം നമുക്ക് ചില പ്രധാന വശങ്ങളിലൂടെ പരിശോധിക്കാം. 1. ആർക്കാണ് ഇതുകൊണ്ട് ഉപകാരം? സാധാരണയായി ഇത്തരം യുദ്ധങ്ങൾ കൊണ്ട് ആർക്കും യഥാർത്ഥത്തിൽ ഗുണമില്ലെങ്കിലും ചില താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അധികാര രാഷ്ട്രീയ താല്പര്യങ്ങൾ. പലപ്പോഴും ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം നിലനിർത്താനോ ജനശ്രദ്ധ മാറ്റാനോ യുദ്ധത്തെ ഒരു ആയുധമായി ഉപയോഗിക്കാറുണ്ട്. യുദ്ധം അവസാനിച്ചാൽ ഉടനെ ഭരണത്തിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയം പല നേതാക്കളെയും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കാറുണ്ട്. ആയുധ വ്യാപാരം. ലോകത്തിലെ വലിയ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് യുദ്ധങ്ങൾ വലിയ ലാഭമുണ്ടാക്കുന്ന ഒന്നാണ്. ആയുധങ്ങൾ വിറ്റുതീരുന്നതിനനുസരിച്ച് അവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നു. ഭൗമരാഷ്ട്രീയ നേട്ടങ്ങൾ. ജിയോപൊളിറ്റിക്സ്. മറ്റു ചില രാജ്യങ്ങൾ തങ്ങളുടെ സ്വാധീനം ആ മേഖലയിൽ ഉറപ്പിക്കാൻ ഇത്തരം സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. 2. ജനങ്ങളുടെ പ്രതിഷേധം. എന്തിന്? ഇസ്രായേലിൽ തന്നെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് പ്രധാനമായും ഈ കാരണങ്ങളാലാണ്. ജീവഹാനി. സ്വന്തം നാട്ടുകാരായ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെടുന്നത് അവർക്ക് സഹിക്കാനാവുന്നില്ല. സാമ്പത്തിക തകർച്ച. യുദ്ധം കാരണം തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്നു. സമാധാനത്തോടുള്ള ആഗ്രഹം. യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ലെന്നും ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്നും ഒരു വലിയ വിഭാഗം ജനങ്ങൾ തിരിച്ചറിയുന്നു. 3. ചെകുത്താൻ എന്ന വികാരം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അത് ചെയ്യുന്നവർ ക്രൂരമായിട്ടാണ് ലോകത്തിന് മുന്നിൽ കാണപ്പെടുന്നത്. അധികാരത്തിനു വേണ്ടിയുള്ള ആർത്തി മനുഷ്യത്വത്തെക്കാൾ വലുതാകുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത്. മനുഷ്യത്വമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ജനങ്ങൾ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പല മലയാളികൾ ഉൾപ്പെടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ടെക്നോളജി ആയിട്ട് ഇസ്രായേലിൻ്റെ വലിയ പുരോഗതിയെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് പല കാര്യവും. അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് കൊണ്ട് പല ആളുകൾക്കും ഉപകാരപ്പെടുന്നുണ്ട്. മലയാളി ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട്. മറ്റു കാര്യം എല്ലാം ഓക്കെയാണ്. പക്ഷേ അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളാണ് പ്രശ്നം. അവരെന്ത് ചെയ്യുന്നെന്ന് കഴിഞ്ഞു പറഞ്ഞാൽ അവരുടെ ഭരണം നിലനിർത്താനും അവർക്ക് ആയുധ കച്ചവടങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം പല രാജ്യത്തിലെ അകത്ത് കടന്നു കയറിയിട്ട് അവരുടെ ഭരണാധികാരിയെ കൊല്ലുകയും അതിക്രൂരമായിട്ട് അവിടുത്തെ ജനങ്ങളെയും കുട്ടികളെയും കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ
100% പ്രിയ സുഹൃത്തുക്കളെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങളൊന്ന് വിശാലമായി ചിന്തിച്ച് നോക്കൂ, ഇറാൻ്റെ കയ്യിൽ നിന്ന് എന്ത് തെറ്റാണ് ഉള്ളത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഇറാൻ എന്ന ഒന്നുമല്ല. പിന്നെ ഇവന്മാർ എന്ത് തേങ്ങ കണ്ടിട്ടാണ് അതിൻ്റെ അകത്ത് പോയിട്ട് ആ ഭരണാധികാരിയെ കൊല്ലുകയും മറ്റു കാര്യങ്ങളൊക്കെ എന്തിനു ചെയ്യണം? ചില മലയാളികൾ ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലക്കകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇറാനെ പോലുള്ള ഒരു രാജ്യം തകർന്നു പോകുമ്പോൾ അത് ലോകത്തുള്ള പല രാജ്യത്തിനെയും ബാധിക്കുന്നുണ്ട്, സ്പെഷ്യലായിട്ട് ഇന്ത്യയെ അടക്കം. ഇന്ത്യയിൽ ഇന്ന് എണ്ണയ്ക്ക് വില കൂടാൻ തുടങ്ങിയെന്ന്, അതുപോലെ തന്നെ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടെന്ന്, മറ്റുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ത്യക്കാർ വരെ നേരിടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇസ്രായേൽ ചെയ്ത ഈ വൃത്തികേട് കൊണ്ട് ലോകത്തുള്ള പല ആളുകളും അനുഭവിക്കുകയാണ് അതിൻ്റെ ദുരന്തങ്ങൾ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് പല ആളുകളും വെറുതെ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് മാത്രം കമൻ്റ് അടിച്ചു പോകുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇസ്രായേലിൻ്റെ ഭരണാധികാരിയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.